അങ്ങനെയാണ് കണക്ക്. ബ്ലോക്ക് പഞ്ചായത്തിൽ കൊല്ലത്ത് LDF 2, UDF 1, ഗ്രാമപഞ്ചായത്ത് കൊല്ലത്ത് LDF 13, UDF 4, NDA 1. ഇതാണ് ആദ്യ ഫലം. കൊല്ലത്തു നിന്നുള്ള ആദ്യ ഫലം. കൊല്ലം കോർപ്പറേഷനിൽ LDFന്റെ മുന്നേറ്റം 5-2-1 എന്നുള്ളതാണ്. അതാണ് ചിത്രം. വേഗത്തിൽ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, വേഗത്തിൽ വരുന്നുണ്ട്. ഇതുവരെയും കൗണ്ടിങ്ങിന് മറ്റ് സാങ്കേതിക പ്രശ്നങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എറണാകുളം കോർപ്പറേഷനിൽ ഇടതുമുന്നണി 3 UDF 2. ഇതാണിപ്പോൾ കോർപ്പറേഷന്റെ ചിത്രം. തൃശ്ശൂർ അപ്ഡേറ്റ് വന്നിട്ടില്ല. തൃശ്ശൂരെ ഫലം നമ്മൾ കാത്തിരിക്കുന്നു. വേഗത്തിൽ ഏറ്റവും വാശിയേറിയ പോര് നടക്കുന്ന തൃശ്ശൂരിന്റെ ചിത്രം എന്താണ്? കോഴിക്കോടും അപ്ഡേറ്റ് ആയിട്ടില്ല, കോഴിക്കോടും വരുന്നില്ല. കണ്ണൂരും അപ്ഡേഷൻ വെയിറ്റിംഗ് ആണ്. അതേസമയം കൊല്ലത്തെയാണ് ഏറ്റവും ആദ്യം വന്നിരിക്കുന്നത്. കൊല്ലത്ത് 27 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലുള്ളതിൽ LDF 3, UDF 1. കൊല്ലത്ത് ജില്ലാ പഞ്ചായത്തിൽ LDFന്റെ മുന്നേറ്റം 27-ൽ 3, LDF 1, UDF. കൊല്ലം കോർപ്പറേഷനിൽ LDF 5, 56 ഡിവിഷനിൽ LDF 5, UDF 2, NDA 1 ലീഡ് ചെയ്യുന്നു. കൊല്ലത്തെ വിവരമാണ് ആദ്യം കൂടുതലായിട്ടും അപ്ഡേറ്റ് ആയി വരുന്നത്. ഗ്രാമപഞ്ചായത്തുകളിലും LDFന്റെ മുന്നേറ്റം, ബ്ലോക്ക് പഞ്ചായത്തിലും LDF തന്നെ 2, UDF 1 എന്നുള്ളതാണ് കൊല്ലത്തെ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യ സൂചനകൾ പ്രകാരം ഇപ്പോൾ LDF ഒരു സീറ്റിൽ അല്ലേ? അതെ, LDFന്റെ ഒരു ലീഡ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വേഗത്തിൽ മറ്റിടങ്ങളിലെയും പുറത്തു വരാം. ശ്രദ്ധിക്കുക, എല്ലാം ഒന്നിച്ചാണ് കൗണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് വേഗത്തിൽ മറ്റിടങ്ങളിലെ അപ്ഡേറ്റുകൾ വരാം. പോസ്റ്റൽ ബോളറ്റിന്റെ ചില വിവരങ്ങളാവാം ഒരുപക്ഷെ പുറത്തു വന്നേക്കുന്നത്. ഇനിയുള്ള നിമിഷങ്ങളിൽ വേഗത്തിലാണ് വരുന്നത്. 8-10 കഴിഞ്ഞു. ഇതാ കൃത്യമായ സൂചനയിലേക്ക് വരികയാണ്. കൊല്ലത്ത് ഇപ്പോൾ 7 LDFന്റെ ലീഡ് നില മാറുന്നു എന്ന ചിത്രം വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് 2 ഇടതുമുന്നണി എന്ന മറ്റൊരു ചിത്രം കൂടി വരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 2 ഇടതുമുന്നണി ലീഡ് എന്ന കണക്ക് വരുന്നു. മറ്റിടങ്ങളിൽ അപ്ഡേറ്റ് ആവുന്നതേ ഉള്ളൂ. എറണാകുളത്ത് 3 LDF 2 UDF എന്ന കണക്ക് വരുന്നുണ്ട്. വേഗത്തിൽ മറ്റു കോർപ്പറേഷനുകളുടെ അപ്ഡേഷൻ കൂടി വരണം. തൃശ്ശൂർ ഇതുവരെയും കണക്കുകൾ പുറത്തു വരാൻ തുടങ്ങിയിട്ടില്ല. ഒപ്പം കണ്ണൂരും കണക്കുകൾ വന്നിട്ടില്ല, കോഴിക്കോടും കണക്കുകൾ വന്നിട്ടില്ല. വെയിറ്റിംഗ്. എന്തായാലും വേഗത്തിൽ അപ്ഡേറ്റുകൾ വരികയാണ്. തിരുവനന്തപുരത്തെ കൗണ്ടിംഗ് വേഗത്തിൽ പുരോഗമിക്കുകയാണ്. പുതിയ അപ്ഡേറ്റുകൾ വരട്ടെ. വേഗത്തിൽ തിരുവനന്തപുരത്തെ അപ്ഡേഷൻ. യെസ്, തൃശ്ശൂർ വരുന്നു. തൃശ്ശൂർ 1 LDF എന്നതാണ്. കോഴിക്കോടും 2. അതാ കണ്ണൂരിൽ ഇടതുമുന്നണി 1 ലീഡ് ചെയ്യുന്നു. കണ്ണൂർ കോർപ്പറേഷനിൽ ഇടതുമുന്നണി 1 ലീഡ് ചെയ്യുന്നു. ഒപ്പം ഇടതുമുന്നണി കോർപ്പറേഷനുകളുടെ ചിത്രം ആകെ ഇങ്ങനെയാണ്. 5 LDFും 3. ഈ പെട്ടെന്ന് തന്നെ ഓരോ പഞ്ചായത്തിലെയും വരുന്നുണ്ട് കേട്ടോ. തലപ്പലം എന്നുള്ള ഗ്രാമപഞ്ചായത്ത്, അത് കോട്ടയം ജില്ലയിലാണ്. അവിടെ UDF ഒരു സീറ്റിൽ ജയിച്ചു.